ഇന്നലെ പെട്ടെന്ന് ഒരു വിസ ലോട്ടറി യൂത്ത് മൊബിലിറ്റി സ്കീമിന്റെ ഭാഗമായി 3000 ഇന്ത്യൻ യുവാക്കൾക്ക് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ള 3000-ഓളം ഇന്ത്യൻ യുവതി യുവാക്കൾക്ക് 2 വർഷം UK പോയി പഠിക്കാനോ ജോലി ചെയ്യാനോ അവസരം കിട്ടുന്ന തരത്തിൽ ഫുൾ ടൈം ജോലി ചെയ്യാൻ അവസരം കിട്ടുന്ന തരത്തിൽ ഒരു വിസ ലോട്ടറി പ്രഖ്യാപിച്ചിരുന്നു. ഇന്നലെയും ഇന്നുമാണ്. ഇന്നലെ ഇന്ത്യൻ ടൈം 1:30 മുതൽ നാളെ 22 മുതൽ 24 തീയതി 1:30 വരെ 2 ദിവസമാണ് അപേക്ഷിക്കാൻ പറ്റുന്നത്. ഈ അപേക്ഷിക്കുന്നവരിൽ 3000 പേരെ അവർ നറുക്കിട്ടെടുക്കുകയാണ്. അത്തരം ഒരു പദ്ധതിയും പ്രഖ്യാപിച്ചു. ഇതുപോലും ഈ കരാറിന്റെ ഭാഗമാണ്. ഇത് കൂടാതെ ഇന്ത്യൻ കമ്പനികൾക്ക് ബ്രിട്ടനിലേക്ക് ആളെ കൊണ്ടുപോകാനും ബ്രിട്ടനിൽ ജോലി ചെയ്യിപ്പിക്കാനുമുള്ള അവകാശം കൊടുക്കുന്ന വിസ ഇളവുകൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒന്നും വിശദാംശങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ പൗരന്മാർ ബ്രിട്ടനിൽ പോയി ജോലി ചെയ്താൽ ആദ്യത്തെ 3 വർഷം അവർ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കുന്നതിൽ നിന്നും ഒഴിവാക്കണം എന്ന നിർദ്ദേശം. NI വളരെ സുപ്രധാനമായ നിർദ്ദേശം. ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവരൊക്കെ NIയും അടയ്ക്കണം, ടാക്സും അടയ്ക്കണം. അതായത് നിങ്ങൾക്ക് നികുതി കൊടുക്കണം, കൂടാതെ നാഷണൽ ഇൻഷുറൻസ് അടയ്ക്കണം. 11% വരും നാഷണൽ ഇൻഷുറൻസ്. അതിന്റെ പുറമെയാണ് ടാക്സ്. ഈ നാഷണൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത് NHSന്റെ ചികിത്സയ്ക്കും പെൻഷനുമാണ്. ഇന്ത്യ ഉയർത്തിയ ഒരു ചോദ്യം, NHSന്റെ ചികിത്സയ്ക്ക് വേണ്ടി പ്രത്യേകം NHS സർചാർജ് അടയ്ക്കണം. ഇപ്പോൾ ഒരാൾ UK പോകുന്നുണ്ടെങ്കിൽ അയാൾ വിസ ഫീസിനൊപ്പം NHS സർചാർജ് അടയ്ക്കണം. എങ്കിൽ മാത്രമേ അയാൾക്ക് ചികിത്സ കിട്ടൂ സൗജന്യമായി. എന്ന് മാത്രമല്ല അയാൾക്ക് പെൻഷൻ അർഹതയില്ല. പെൻഷൻ കിട്ടണമെങ്കിൽ പിന്നീട് വർഷങ്ങളോളം വർക്ക് ചെയ്താൽ മാത്രമേ പെൻഷൻ കിട്ടൂ. അപ്പൊ തൽക്കാലത്തേക്ക് ഒരാൾ പോയി ബ്രിട്ടനിൽ ജോലി ചെയ്താൽ പിന്നെ എന്തിനാണ് NI പിടിക്കുന്നതെന്ന ചോദ്യം ഇന്ത്യ ഉയർത്തി. അത് അംഗീകരിച്ചുകൊണ്ട് 3 വർഷത്തേക്ക്, അതായത് ഇന്ത്യയിൽ ആരെങ്കിലും 3 വർഷത്തേക്ക് പണിയെടുത്താൽ അവരുടെ NI വേണ്ട, നാഷണൽ ഇൻഷുറൻസ് വേണ്ട എന്നുള്ള നിർദ്ദേശവും ഇന്ത്യ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. അതും അംഗീകരിക്കപ്പെടും എന്ന് തന്നെയാണ് സൂചനകൾ. അങ്ങനെയെങ്കിൽ വിസയിൽ വലിയ ഇളവുണ്ടാവുന്നു, നികുതി ബാധ്യതയിൽ വലിയ കുറവുണ്ടാവുന്നു. ഒപ്പം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഒട്ടും ഇറക്കുമതി നികുതി ഇല്ലാതെ, ഇറക്കുമതി ചുങ്കമില്ലാതെ ബ്രിട്ടനിൽ എത്തിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ടോ. ഇങ്ങനെ വലിയൊരു വ്യാപാര കരാറിന് ധാരണയിലായെന്നും അത് നാളെ ഒപ്പുവെക്കും എന്നുമാണ് റിപ്പോർട്ടുകൾ. ഈ കരാർ നിലവിൽ വന്നാൽ അത് ചരിത്രപരമെന്ന് വിശേഷിപ്പിക്കേണ്ടി വരും. ഇന്ത്യയുടെ മുമ്പിൽ ബ്രിട്ടൻ കീഴടങ്ങി എന്ന തരത്തിൽ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ശബ്ദമുയർത്തുന്നുണ്ട്. ദീർഘകാലമായി ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ ചർച്ച നടക്കുകയാണ്. ഇന്ത്യക്ക് വലിയ നേട്ടമുണ്ടാക്കുന്ന കരാറായിരിക്കും ബ്രിട്ടനും ഇന്ത്യയും തമ്മിലുള്ളതിന് വിശദാംശങ്ങൾ നാളെ പുറത്തുവിടും. ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങളൊക്കെ ഇന്ത്യക്ക് അനുകൂലമാണ്. എന്തായാലും സുപ്രധാനമായ ഈ കരാറിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതിനൊക്കെ മാറ്റം വരുന്ന സാഹചര്യം ഉണ്ടാവും. കയറ്റുമതി ബിസിനസിന് വലിയ പ്രാധാന്യം വരും. ബ്രിട്ടനിലേക്ക് നികുതിരഹിതമായി ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കാൻ കഴിയുമെങ്കിൽ കയറ്റുമതി ബിസിനസ് ചെയ്യുന്ന പലർക്കും ബ്രിട്ടൻ ആവശ്യമായ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാവും. കാത്തിരിക്കാം നാളേക്ക് എന്താണ് ആ കരാറിന്റെ വിശദാംശങ്ങൾ എന്നറിയാൻ.